നമ്മുടെ ആക്ടർ ബാല അങ്ങേര് കല്യാണമൊക്കെ കഴിഞ്ഞ് വീടൊക്കെ കൊച്ചിയിൽ നിന്ന് വൈക്കാണ് തോന്നുന്നു അവിടേക്ക് ഷിഫ്റ്റായി. കായലോരത്ത് വീടും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ആയിട്ട് അമ്പല ജീവിതം വളരെ സുഖമായിട്ട് ഇനിയിപ്പോൾ ബാക്കി സിനിമ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി പീസ്ഫുൾ ആയിട്ട് പോവാണ്. അതിനിടയിലിടെ ഇന്നലെ മുതൽ ബാലയ്ക്കും അമൃതയ്ക്കും ഒപ്പം കോകില, ബാലയുടെ 2ാം വിവാഹം നടക്കുമ്പോൾ കോകില ചെറിയ കുട്ടി, ഫോട്ടോയുടെ സത്യം, ഇങ്ങനൊരു സാധനം എനിക്ക് ഒരുപാട് പേര് ഷെയർ ചെയ്ത് തന്നു. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഇതൊരു യൂട്യൂബ് ചാനലിനകത്ത് റീലായിട്ടാണ് ഇത് വന്നത്. മലയാളി പാപ്പരാസി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ആ ചാനൽ ഇപ്പം എക്സിസ്റ്റിംഗ് അല്ല. ഓക്കെ, ആ ചാനൽ സംഗതി എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ അവർ വല്ലതും മുക്കി. അതിലാകെ 8 വീഡിയോ ഒറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചാനൽ നൈസായിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്തു, ആ ചാനലിൻ്റെ പേരും മാറ്റി. ഓക്കെ, വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങേരുടെ കുറേ കോൺട്രവേഴ്സിയും കുറേ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അങ്ങേര് പീസ്ഫുള്ളായിട്ടല്ലേ ജീവിക്കുന്നത്. ഇപ്പം ഈ പീസ്ഫുള്ളായിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങേർക്ക് വെറുതെ ചുമ്മാ വള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതൊരുത്തനാണ് ഈ വൃത്തിയായിട്ട് പരിപാടി കാണിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. ആ വീഡിയോയിൽ സർവൻ ഡോട്ടർ ഓർ മാമ പൊണ്ണ് എന്നുള്ളൊരു സാധനമൊക്കെ എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്, പിന്നെ ഈ കുട്ടിയും വേറൊരാളും ഉള്ളൊരു ഫോട്ടോ, അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇട്ടടിച്ച് കയറ്റിയിട്ടുള്ളത്. എന്താണെങ്കിലും ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ഇത് ലീഗലായിട്ട് പോകുന്നതാണ് ബെറ്റർ. ഓക്കെ, കാരണം ഇത് വോണ്ടഡ്ലി ഇവരെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ചൊറിയാൻ വേണ്ടി ആരാ ചെയ്തതെന്നുള്ളത് ലീഗലി പോയാൽ തന്നെ ഇതിന് ബാക്കിയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്നതാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കാര്യം. പിന്നെ ഇപ്പോൾ കുറേ യൂട്യൂബ് ചാനലിൽ എല്ലാവരും ഇത് എടുത്ത് വെച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ റൈറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഓൺലൈൻ പേജുകളിലും ഇത് വരാൻ തുടങ്ങി. ഇതിന് മുമ്പുള്ള കല്യാണം, പ്രായം, ഇവിടെ അവർ ഹാപ്പിയാണ്, അവരൊക്കെയാണ്, അവർ സെറ്റാണ്. അവരിപ്പോൾ വീടൊക്കെ മാറി അടിപൊളിയായിട്ട് അങ്ങേര് ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങേരുടെ സോക്കോൾഡ് മറ്റേ ചാരിറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങേര് അങ്ങനെ പോകുന്നുണ്ട്. ഇതൊരു ഇനി അറിയാൻ പാടില്ല, ഇനി വോണ്ടഡ്ലി ഇയാളെ പിന്നാലെ നടക്കുന്നതാണോ ആരെങ്കിലും കുത്താൻ വേണ്ടിയിട്ട് എന്നുള്ളത്. കാരണം അങ്ങേര് കറക്റ്റ് അതിന് റിയാക്ഷനും ഇട്ട് അതിനൊരു തിരിച്ചൊരു സാധനം വേറെ പിടിച്ചിട്ടുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അപ്സെറ്റ് ആയിരുന്നു. എന്താണ് മീഡിയ ഒക്കെ എന്ത് പറ്റി? നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടുക, ഭയങ്കര വൈറലാവുന്നു. അടുത്തവന്റെ ഭാര്യയുടെ വേലക്കാരിനൊക്കെ വിളിക്കോ, സെർവന്റിനൊക്കെ വിളിക്കോ? ഇതാണ് നിങ്ങളുടെ സംസ്കാരം. മറ്റവരുടെ ഭാര്യയെ കുറിച്ച് വേലക്കാരിയുടെ മകനൊക്കെ വിളിക്കോ? എന്റെ മാമന്റെ പിന്നെ. അപ്പൊ നിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും? நான் சொல்றேன், சினிமாவை குறிச்சு സംസാരിക്കും, വ്യക്തിത്വം കുറിച്ച് സംസാരിക്കും, അഭിനയം കുറിച്ച് സംസാരിക്കും, ഒരു പടത്തിന്റെ റിലീസിനെ കുറിച്ച് സംസാരിക്കും. എങ്ങനെയാണ് ധൈര്യം വരുന്നത് നിങ്ങൾക്ക്? എന്റെ ഭാര്യ എന്നെ കണ്ണ് നിറഞ്ഞു. അടുത്തവന്റെ ഭാര്യയെ വേലക്കാരിയും ഒക്കെ വിളിക്കുമോ? അങ്ങനെയൊക്കെ ഉണ്ടോ? റൂൾസ് ഇവിടെ ഉണ്ടോ? ഈ നാട്ടിൽ ഉണ്ടോ? പിന്നെ ഗോകുലയുടെ അച്ഛൻ വിളിച്ചു. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിലെ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ അമ്പലം, കാര്യങ്ങൾ, നല്ല പ്രവർത്തനം, ഇവിടെ മലയാളീസ് വേണ്ടി, വൈക്കത്തിന് വേണ്ടി എല്ലാ നല്ല കാര്യവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും എന്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ? എന്തെങ്കിലും ഞാൻ തെറ്റിച്ചോ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ല ഇരിക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടമില്ല, എന്ത് വേണമെങ്കിലും പറയും. അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എന്ത് പറയും, അടുത്തവന്റെ മക്കളെ കുറിച്ച് എന്ത് പറയും? നിങ്ങൾ അടിച്ചു കയറി വീട്ടിലേക്ക് വരാൻ പറ്റുമോ? അതാണ് നിങ്ങളുടെ സംസ്കാരം, അല്ലേ? അവരച്ഛൻ എന്നെ വിളിച്ചിരുന്നു, രാഷ്ട്രീയക്കാരൻ. പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. പൊളിറ്റിക്സിന് ഞങ്ങൾ കൊടുക്കില്ല, അവർ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. കേട്ടോ, ഇത് കൊടുത്തവൻ മാപ്പ് പറയണം. അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ സംസാരിക്കും? ശരി, ഒരുത്തൻ സംസാരിച്ചു, அதை എടുത്തിട്ട് എല്ലാവരും ന്യൂസ് ഇടുക. ഞങ്ങൾക്ക് ഫോൺ കാൾ വരില്ലേ? ഇങ്ങോട്ട് ഫോൺ കാൾ വരില്ലേ? ആദ്യം ഞാനല്ല തുടങ്ങി വെച്ചത്, എതുവുമേ ഞാനല്ല തുടങ്ങി വെച്ചത്. ആദ്യം അത് മനസ്സിലാക്കും. ആക്ഷൻ ഇസ് ഡിഫറെന്റ്, റിയാക്ഷൻ ഇസ് ഡിഫറെന്റ്. നിങ്ങൾ തുടങ്ങി വെക്കുക, എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യുക. ഒരു മര്യാദ വേണം. നീ എന്താണോ വിചാരിച്ചേ? കോകിലയുടെ കുടുംബം ഏതാണെന്ന് എനിക്കറിയാമോ? നീ എന്ത് കാര്യത്തെ സംസാരിച്ചു? അങ്ങനെ അറിയാം, നമുക്കറിയാം. ഡയറക്റ്റ് മെസ്സേജ് ടു യു.
മാപ്പ് പറയണം. ഞങ്ങൾ നിയമത്തെ വിട്ടുകൊടുക്കില്ല. അവർ അച്ഛൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി തൊട്ട് അടുത്തവന്റെ, എന്റെ കാര്യം മാത്രമല്ല, അടുത്തവന്റെ കുടുംബത്തിന് കയറി കളിക്കാം. ഡയറക്റ്റ് വാർണിംഗ് കേട്ടല്ലോ. ഇത് ഇങ്ങേർക്ക് ആളറിയാന്നൊക്കെ പറഞ്ഞ് ആരാന്ന് മനസ്സിലായ പോലെയാണ് ഇങ്ങേര് സംസാരിക്കുന്നത്. നിയമത്തിന് കൊടുക്കില്ല, കോകിലേൻ്റെ ഫാദർ പൊളിറ്റീഷ്യൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ദേഷ്യം വരൂടി. ഭാര്യയായിട്ടുള്ള ഒരാളെ സർവൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സർവൻ്റാ മാമാ പൊണ്ണാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളകാതിരിക്കും ഒരു മനുഷ്യൻ. അതിൻ്റെ ഒരു വികാരമാണ് ആ കണ്ടത് അങ്ങേരുത്. പക്ഷെ ഇവിടെ നിയമം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട, അല്ലാതെ കൈകാര്യം ചെയ്തോളും എന്ന് പറയുന്നത് ദാറ്റ്സ് എ റോങ് മെസ്സേജ്. ലൈക്ക് ബട്ട് ദേഷ്യത്തിൻ്റെ സമയത്ത് പിന്നെ ആരും അങ്ങനെ മെസ്സേജ് സാധനമൊന്നും നോക്കുമല്ലോ. ഇപ്പം വന്ന് നമ്മളെ ഭാര്യേനെയും അമ്മേനെയും അനിയത്തിനെയും പറഞ്ഞു പോയാൽ നമുക്ക് ദേഷ്യം പിടിക്കും. എന്താണെങ്കിലും ഞാൻ പറയുമ്പോൾ അങ്ങനെ വഴിക്ക് പോട്ട്. ഇത് ഏതൊരുത്തനോ ചെയ്ത പരിപാടി എന്താണെന്നുണ്ടെങ്കിലും ഇത് ഒരു ഫോട്ടോയിൽ നിന്ന് ഫോണിലെടുത്ത ഫോട്ടോ ആണ്. മേ ബി ഇങ്ങേരുടെ തന്നെ വീട്ടിൽ പോകുന്ന റെഗുലറായിട്ടുള്ള ആരെങ്കിലും ചെയ്ത പരിപാടി ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൽ എഴുതി വെച്ച പരിപാടി എന്ന് പറയുമ്പോഴാണ് ഇത്. പിന്നെന്താ പറയുക, സോഷ്യൽ മീഡിയ ആണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് ഡിസ്കഷൻസ് വരും. ഓക്കെ, ഡിസ്കഷനിൽ പ്രൊവോക്ഡ് ആയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻ പറയില്ലെങ്കിൽ നമുക്ക് ലീഗലായിട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ പോവുക. അതാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പം ഞാൻ തുറന്നു പറയാലോ, ഞാൻ കുറച്ച് കാര്യങ്ങളെന്ന് ബാലാമൃത പിന്നെ ഈ കല്യാണം റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ചർച്ച നടന്ന സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാലാരിവട്ടം സ്റ്റേഷനിൽ ഇങ്ങേര് പോയിട്ട് കേസ് കൊടുത്തു എന്നാണ് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ ആ സാറിനോട് കൃത്യമായിട്ട് പറഞ്ഞാണ്, ഞാൻ അവിടെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിലായില്ല, നമ്മൾ മോശമായി പറഞ്ഞാൽ മാത്രമാണല്ലോ നമുക്കെതിരെ കേസോ കാര്യങ്ങളൊക്കെ വരിക. ഇനി പറയരുത്, ഞാൻ പറയും. ലൈക്ക് നമുക്ക് വളരെ മാന്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പറയുക. അതിനുള്ളൊരു സേഫ് പ്ലേസ് ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. മാന്യത, ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ എന്നും കീപ്പ് ചെയ്ത് പോകുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വൈരമായിട്ട് ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കട്ടപ്പാരെടുത്ത് മറ്റേ കോലിടുന്ന പരിപാടി കാണിക്കുന്നത് ആരാണെങ്കിലും ശരിക്കും പബ്ലിക്കിന് മുന്നിൽ അവരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ബെറ്റർ തിങ്. ഓക്കെ, അതാ ഇനിയിപ്പോൾ ഇവരിത് വേറെ രീതിയിൽ ഡീൽ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ സിനിമ സ്റ്റൈൽ ഡീലിങ്ങിൽ ലാസ്റ്റ് ആ ഡീൽ ചെയ്ത് അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വേറെ വള്ളി പിന്നെ തലയിൽ. എന്തിനതിൻ്റെ ആവശ്യം? ഞാൻ പറയുമ്പോൾ അവർ മാറിപ്പോയി. അവർ ആ കോൺട്രവേഴ്സിയിൽ നിന്നും മാറി, അവർ ആ സ്കീമിൽ നിന്നും മാറി. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇങ്ങേരുടെ വീഡിയോ കാണുന്ന സമയത്ത് അങ്ങേര് ഭക്തി ലൈനിൽ അങ്ങനെ വേറെ മൂഡിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വിട്, ഇങ്ങനെ ചെയ്യാനുള്ള അങ്ങനെ എന്തോ ചെയ്തിട്ട് പോയിട്ട് ഇതിനിടയിൽ വീണ്ടും കൊണ്ടുവന്ന് ഇവരുടെ പേഴ്സണൽ ലൈഫ് ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ കോകില ബാല അവരുടെ ആ ഒരു പേഴ്സണൽ സാധനം ഇങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ കോകിലേൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി തപ്പാനും കോകില ആരാന്ന് അറിയാനൊക്കെ ഇത്ര ക്യൂരിയോസിറ്റി ആവും ഇതിനകത്ത്. കൊള്ളാം എന്താണെങ്കിലും ഈ കോൺട്രവേഴ്സി ആൻഡ് ദിസ് തിങ്സ് ഒന്നും ഇങ്ങനെ വിട്ട് പോകും തോന്നുന്നില്ല. ഈ മീഡിയ സാധനങ്ങൾ അങ്ങേരിഞ്ഞ് എത്ര വന്ന് ഞാൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞാലും വീണ്ടും ചുറ്റിക്കറങ്ങി മീഡിയാസ്ക്ക് തന്നെ ഇങ്ങനെ വരും. പിന്നെ അങ്ങേരെ ചുറ്റിപ്പറ്റി ആ മീഡിയാസ് ഉണ്ട് എപ്പോഴും. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു ഫോട്ടോ, ഇങ്ങേരുടെ ഈ ഒരു റിയാക്ഷൻ, പിന്നെ ഇങ്ങയുടെ പഴയ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇഫ് കോകില റിലേറ്റഡ് ആൻഡ് ഹൂ ഈസ് കോകില എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ വെറുതെ ഈ സാധനം ഇതെന്താ പറയുക, ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ചാടി ഇറങ്ങുമെന്ന് അറിയുന്ന ആരോ കളിച്ച പരിപാടിയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ നല്ലോണം അറിയാവുന്ന, ഇങ്ങേര് പ്രൊവോക്ഡ് ആവും എന്നറിയാവുന്ന ആരൊക്കെയോ കുത്തിയെടുത്ത് പുറത്തിട്ടതായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും മോശം പരിപാടിയാണ്, ആർക്കാണെങ്കിലും ഇളകും. ഇനിയിപ്പോൾ കണ്ടറിയാം. അതോ ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്നാൽ നല്ലത്. എന്താണെങ്കിലും ആ ചാനൽ പേര് മാറ്റുകയും ചെയ്ത് ആ ചാനലിൽ നിന്ന് ആ വീഡിയോയും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങേര് പവർഫുൾ പൊളിറ്റീഷ്യൻ അച്ഛനുണ്ടല്ലോ, എന്തൊക്കെയോ സംഭവിക്കും. എന്താണെങ്കിലും ഞാൻ പറയുമ്പോൾ അങ്ങേര് പോയി, അങ്ങേരെ ലൈഫാണ്, വെറുതെ ജയിലിൽ പോയിട്ട് തലയിടാതിരിക്കുക.